ഗൈസ് നമ്മളപ്പോൾ അങ്ങനെ കാക്കത്തോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ ഇനി അകത്തോട്ട് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചുമ്മാ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും ഇവിടെ അങ്ങോട്ട് നമ്മൾ കാണാൻ ജസ്റ്റ് പൈസ നോക്കി നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് അവിടേക്ക് ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരും. നമ്മൾ കാക്കത്തുരുത്തെത്തി. കാക്കത്തുരുത്ത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കാണാനുള്ള രീതിയിൽ ഇറങ്ങിയാണ്. നമ്മൾ ഒട്ടും ഇതുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ വരാനായിട്ട്. പിന്നെ കുമ്പളങ്ങിരി ജസ്റ്റ് ഒന്ന് പോയി കുമ്പളങ്ങിരി വ്യൂ പോയിൻ്റൊക്കെ കണ്ട് തിരിച്ചു വരാനുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ഏരിയയൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എന്നാലും നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു കുട്ടനുണ്ട്. അവനൊന്നും ചെയ്യത്തില്ലെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇതാ കാണുന്ന സാധനം കണ്ടോ വെള്ളത്തിൽ കിടക്കുന്ന, അത് എനിക്ക് തോന്നുന്നത് ചെമ്മീൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയാണ് ഇതിന് ഏരിയയിൽ. ഈ ഏരിയയിൽ കൃഷിയുണ്ട്. അപ്പോൾ ആ കൃഷിക്ക് മീൻ അതിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ലെങ്തിൽ അവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം പോലെ അവർക്ക് മറ്റേ കയാക്കിങ്ങും ബോട്ടിങ്ങൊക്കെയാണ്. കാശില്ലാത്തതിനാൽ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു വഴിയുണ്ട്. ഇതിലേതെങ്കിലും ഒരു വഴിയിലൂടെ പറ്റുന്ന സ്ഥലങ്ങളിലോട്ട് പോയി നമ്മൾ തിരിക്കുന്നതാണ്. ഗൈസ് മുടിഞ്ഞ ചെളിയാണ് ഇവിടെ. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പോക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഒരുപാട് എഴുതാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന പോലെ അതൊക്കെ ഒന്ന് ഒതുക്കി നമ്മൾ നൈസായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് രാവിലെ. നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. പക്ഷേ പുള്ളീനെ വീട്ടിൽ അനുവദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ അവനായിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. ഗൈസ് ഇതും അങ്ങ് കാണുന്നതുണ്ട്, അതാണ് നമ്മുടെ തൈക്കാശ്ശേരി. തൈക്കാശ്ശേരിയല്ലേ? തൈക്കാശ്ശേരി കായൽ. വേമ്പനാട്ട് കായല എന്തായാലും അർത്ഥറിയാമല്ലോ എനിക്ക്. നമ്മൾ തൈക്കാശ്ശേരി പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അതാണ് ആ കാണുന്നത്. നമുക്കിനി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഒരു വഴിയുണ്ട്. അത്യാവശ്യം കണ്ടിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല. മുമ്പോട്ടെന്ന രീതിയിൽ നമ്മൾ നടന്നു പോവുകയാണ്. ഇതിനിടയിൽ വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പോലും ഒക്കെ അറിയത്തില്ല. നമ്മൾ നടക്കുന്നു മുമ്പോട്ട്. കായലിനെ ലക്ഷ്യമാക്കി നമ്മൾ നമ്മുടെ കാൽമുദ്രകൾ പതിപ്പിച്ച് മുമ്പോട്ട് തന്നെ പോകുന്നു. ഇവിടെ നിന്നിട്ട് വഴിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഏതോ റിസോർട്ടല്ല, ഇതാറങ്ങി വീടാ, ഇതൊന്നും അറിയത്തില്ല ഗൈസ്. ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. വാട്ട് ഈസ് ദിസ് ഗൈസ്? ചുമ്മാ കയറിയേക്ക. തെങ്ങിൻ്റെ കഷ്ണമിട്ടേക്കാണ്, ചവിട്ടി ഒടിഞ്ഞു പോകും. അത് ഉറപ്പോടെ നമ്മൾ അപ്പുറത്തൊരു കാലെടുത്ത് വെച്ച് മുമ്പോട്ട് പിന്നെയും പോവുകയാണ്. ഗൈസ് കൊള്ളാം ഗൈസ്, ഇത് വ്യൂ ആണ്. നമ്മുടെ ഈ ഫോണിന് അത്യാവശ്യം പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാവുന്നവരെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മുടെ ബോട്ട് സർവീസ് അതൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോയാലല്ല അത്യാവശ്യം കുറേ എക്സ്പ്ലോർ ചെയ്യാനും കാണാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഉള്ള സമയത്ത് എന്തൊക്കെയോ കാണിക്കുകയാണ്. നമ്മൾ നീങ്ങുവാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? ഇതൊക്കെ ഒരു പാറ്റിയാണ് ആളെ. ഇവിടെയാണ് ബോട്ട് സർവീസ് അല്ലേ, ബോട്ട് ഇവിടെ ഒന്ന് അടുപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ അതുകൊണ്ട്
കാത്തൂസ് കായലോരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആൾക്കാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ടൊക്കെ പോയാൽ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ വലയും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിവിടെ നടന്നു വരുന്നേ ഉള്ളൂ. വാടാ. അവൻ വീഡിയോ കണ്ടിട്ട് മറിഞ്ഞിരുന്നു ഗൈസ്. ഇതും ക്ലിയർ അല്ല, അതിന് പറ്റാവുന്ന രീതിയിൽ എടുക്കുവാണ് ഗൈസ്. ഇതുപോലത്തെയൊക്കെ വീഡിയോസൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഇടാൻ നോക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ മുഴുവനും കാണുക. കുറച്ച് പൊട്ടത്തരമൊക്കെയാണ്, എന്നാലും കാണാൻ പറ്റുന്നവർ അതുപോലെയൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും കാടും പടലമൊക്കെയാണ്, നമുക്ക് അങ്ങോട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ബോട്ട് സർവീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ മുതലാക്കിയാലേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് പ്രയോജനമുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ചു പോകുമ്പോൾ ഏതെല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാം. ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമുക്കിനി കുമ്പളങ്ങി വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ജസ്റ്റ് പോയി കണ്ടിട്ടൊക്കെ അല്ല, അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടുന്ന് മീൻ അക്കരയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടെ വലയൊക്കെ വെച്ചിട്ടുണ്ട്, ഫിൽറ്റർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ചാടി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. വള്ളക്കാരൻ ചേട്ടന് കാശൊന്നും കൊടുക്കണ്ട, പഞ്ചായത്ത് സർവീസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും നമ്മൾ 20 രൂപ കൊടുത്തായിരുന്നു. അപ്പോൾ തിരിച്ച് നമുക്ക് ആ പൈസയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് നോക്കണം. നമുക്കധികം കാശുമില്ല. ചിലപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് കാണിക്കാം. നമ്മൾ വണ്ടി അക്കരയ്ക്ക് വെച്ചിരിക്കുകയാണ്. വണ്ടിയിൽ നമ്മളൊരു അത്യാവശ്യം പെട്രോൾ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് വണ്ടി തന്ന സ്നേഹത്തിൽ നമ്മൾ അത് 150 പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. പക്ഷെ വണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നെങ്കിൽ തന്ന പോലെ അത്രയും കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൽ തീർത്ത് കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. ഇപ്പോൾ നമ്മൾ കുമ്പളങ്ങിയിലോട്ട് പോവുകയാണ്. കാക്കത്തൂർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, കുറച്ചിട്ടൊക്കെ നടക്കണം. പോകുന്ന വഴികളാണ് ഈ കാണുന്നത് ഗൈസ്. വോയിസ് ഓവർ ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും പക്ഷേ വോയിസ് ഓവർ 2 വീഡിയോയിൽ, ഒരു ഷോർട്സിലും ഒരു വീഡിയോയിലും വോയിസ് ഓവർ ചെയ്തിട്ട് ഇത്ര ഇതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു പാടാണ് വോയിസ് ഓവർ ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വീഡിയോയിൽ തുടർച്ചയായി നമ്മൾ വോയിസ് ചെയ്യുന്നത്. ഫേസ് കാണിച്ചെടുക്കാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ലൊരു ക്യാമറ എന്തെങ്കിലുമൊക്കെ സെറ്റായിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ് കാണിച്ചൊക്കെ എടുക്കാം. ഇവിടെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ് ഗൈസ്. എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ അവിടെ ചേച്ചി ഉണ്ടായിരുന്നു, നേരത്തെ ഒരു കക്കാർ ചെയ്യുന്നുണ്ട്, പാത്രം പിടിച്ച് ചേച്ചി നടന്നു പോകുന്നുണ്ടായിരുന്നില്ലേ. ആ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥലം ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ വെച്ച് ലോങ്ങിൽ നിന്ന് 2 പേര് നടന്നു വരുന്നുണ്ട്. ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നെടുക്കാം. പൊക്കോട്ടെ ടാറ്റാ അടിക്കല്ലേ. അയ്യോ ഗൈസ്, നമ്മളവന് ഹെൽമെറ്റ് കയ്യിലിരിക്കുന്ന കൈ കൊണ്ട് ഇന്ന് ഹെൽമെറ്റ് വെച്ചിട്ട് കയ്യിൽ ടാറ്റ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല. ആ ഹെൽമെറ്റ് കയ്യിലുള്ളതുകൊണ്ടാണ് അവൻ
എന്നെ നേരെ ചാടി കുറച്ച് എന്നെ തല്ലിയൊന്നുമല്ല കേട്ടോ. അമ്മേ ഗൈസ്, നിങ്ങളുടെ ഡ്രീം എന്താണ്? നിങ്ങൾക്ക് എവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി ഞങ്ങളെവിടെയൊക്കെ പോകണമെന്നുള്ളത് അത് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് പറയണം. നിങ്ങൾ പറയുന്ന പോലെ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഗൈസ്, നമുക്ക് ഓക്കെ അവിടെ ചെന്നിട്ട് വെള്ളം കയറുമ്പോൾ വിശ്വസിച്ച് കാണിക്കാം. ഗൈസ്, ഒരു പഴയ അമ്പലമാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയ സ്ഥലത്തെത്തും. ഈ റോഡ് KC വേണുഗോപാൽ അനുവദിച്ചിട്ട് റോഡാണ് ഗൈസ്. ഇതിൻ്റെ ഒന്നുമില്ല, ജസ്റ്റ് ഇൻ്റർലോക്ക്. അവിടെ നിന്ന് ഇടം വരെ ഒന്നും നമുക്ക് ചെളിയിലൊന്നും ചവിട്ടാതെ നടന്ന് ഇടം വരെ. നമ്മളങ്ങനെ എത്തി. ഇത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബോട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. കറക്റ്റ് ടൈമിംഗ് ആണ്. നമ്മുടെ ബോട്ടും വന്നു ആ ടൈമിൽ. അങ്ങനെ ബോട്ടിലോട്ട് കയറുവാണ് ഗൈസ്. ഞങ്ങൾ അവിടം വരെ പോയി ഇങ്ങോട്ട് പോകും. പിന്നെ അങ്ങോട്ടൊന്നും അധികം വഴിയില്ലാത്തതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പോകും. നമ്മളങ്ങനെ എത്തി കേട്ടോ. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. തിരിച്ച് ബോട്ട് അടുപ്പിക്കാൻ പോവാണ്. ഇപ്പോഴും വണ്ടി കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. ആ ഒരു നീല ബ്ലൗസ് വെള്ളക്കാരി ചാറ്റയും പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. ചേച്ചി പോയിക്കോ. നമ്മൾ വന്ന ആ റോഡിന് ഇവിടെ എത്തി. നമ്മൾ വരാൻ വേണ്ടി ഇരുന്ന സ്ഥലത്തോട്ട് നമ്മളതിൽ വരാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി വരും. കുമ്പളങ്ങി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് വരാനായിരുന്നു. വന്നിട്ട് കാക്കത്തിരിപ്പൂരിൽ കണ്ടിട്ട് പോയേക്കാന്നായിരിക്കും. കാക്കത്തിരിപ്പ് A few moments later. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീഴൊന്നുമില്ല. അതൊന്ന് കേക്കെടുക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് മറന്നു. ആർക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ഏതൊരു ചാടി ഗോൾ. Three weeks later. ഗൈസ്, ഞാൻ പറഞ്ഞ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്.
അവിടെ കട്ട് ചെയ്യുന്ന കട്ടറിൻ്റെ സൗണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തി. ഇതാണ് കുമ്പളങ്ങി വ്യൂ പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പ് അവകാശപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പുറവും കായൽ ഒരു വ്യൂ പോയിൻ്റൊക്കെ തന്നെയാണ്. ലോങ്ങിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടാവുന്നൊന്നും അറിയത്തില്ല. അത്യാവശ്യം അടിപൊളിയാണ്, അത്യാവശ്യം കൊള്ളാം. പക്ഷേ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും നേരമില്ല, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുക. ഗായ്സ് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, വണ്ടി എടുക്കണം. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടി കയറ്റി വിട്ടില്ല. തിരിച്ചു പോകും. ഗായ്സ് ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഡാഷിൻ്റെ ക്രോസാണെന്ന് തോന്നുന്നു. ഒരു സുന്ദരനാണ്. അവന് കാലിന് കയറി വീഴാൻ വേണ്ടി, പക്ഷെ നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകും. സാധനമൊന്നും ഇല്ല. അവനിപ്പോൾ ആരെങ്കിലും വീട്ടിലോട്ട് ചെന്ന് കയറുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണ്. ഇത്രയും പണിയാണ് ഗൈസ്. നമ്മൾ വണ്ടി ഇവിടെയാണ് വെച്ചിരുന്നത്. നമ്മളിനി തിരിച്ച് വണ്ടി എടുത്ത് പോകുക. ഇനിയിപ്പോൾ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടോ? 16 കിലോമീറ്റർ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എങ്ങനെയും എത്തുന്ന രീതിയിൽ പോവുകയാണ് ഗൈസ്. seconds later. ഗൈസ് നമ്മളങ്ങനെ ഒരു കടയിൽ കയറിയിരിക്കണം. ഇതിന് കഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് ഇട്ടാണ്. A few inches later. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത്രയൊക്കെ ഉള്ളു. പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ പരിപാടി പണിയൊക്കെയായിരുന്നു. പക്ഷേ നമ്മൾ കുമ്പളങ്ങിൽ പോയിട്ട് അവിടെ അധികമൊന്നും അത്രയും കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലമൊന്നും അറിയാതെയാണ് പോയത്. പക്ഷേ കുമ്പളങ്ങിൽ പോയിട്ട് ഒരു പാലം അപ്പുറത്തും ഇവിടെ തുറവൂർ പാലത്ത് നിന്നാലും കാണുന്ന രീതിയിൽ തന്നെ ഒരു സംഭവം നമുക്ക് അവിടെയും കാണാൻ പറ്റും. വേറെ രീതിയിലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഓടിക്കുന്ന വഴിക്ക് പോയപ്പോൾ കുഴപ്പങ്ങളൊന്നും അധികമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ എത്തുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.